അതുകൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമാ നിർബന്ധമില്ല. അന്ന് വഹാബി പള്ളികളിൽ ഒന്നും ജുമാ ഉണ്ടാകുന്നതല്ല, അന്ന് അവർക്ക് ജുമാ നിസ്കരിക്കൽ ആവശ്യമില്ല എന്ന് തുടങ്ങുന്ന കമന്റുകൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരും പല രൂപത്തിലുള്ള ഷോർട്ട് ക്ലിപ്പുകളാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന് കൊടുത്തൊരു നിർദ്ദേശം, ഇതുപോലെ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന കാണാം. ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ ഈ ദിവസത്തിൽ രണ്ട് പെരുന്നാളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ. അതിനാൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് ജുമുഅക്ക് പകരം ഈ പെരുന്നാൾ നിസ്കാരം മതിയാകുന്നതാണ്. വഇന്നാ മുജമ്മിഉൻ. എന്നാൽ നാം ജുമുഅ നിസ്കരിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. എന്താണ് നിർദ്ദേശം? രണ്ട് പെരുന്നാളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അഥവാ സയ്യിദുൽ അയ്യാം എന്ന് വിളിക്കപ്പെടുന്ന ദിവസത്തിൽ സത്യവിശ്വാസികൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഈദാണ്, ഒരു പെരുന്നാൾ പോലെയാണ്. അവിടെയാണ് ഈദുൽ ഫിത്തറോ ഈദുൽ അദ്ഹയോ കടന്നു വരിക നോക്കാം. അങ്ങനെ വരുമ്പോൾ ആളുകൾ രാവിലെ തന്നെ ഒരുങ്ങി നേരത്തെ ഈദ്ഗാഹിലേക്ക് വന്നു, നമസ്കാരം കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. പിന്നെ ജുമുഅക്ക് വീണ്ടും ഒരുങ്ങി വരിക എന്നത് പ്രയാസമുണ്ടെങ്കിൽ, വിഷമമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആദ്യം നിർവഹിച്ച അത് തന്നെ മതിയാകും. അവർ ജുമുഅ നിസ്കരിക്കണമെന്നില്ല, അവർക്ക് വേണമെങ്കിൽ ആ ഇളവ് സ്വീകരിക്കാം. പക്ഷെ പള്ളിയിൽ ജുമുഅ നമസ്കാരമുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ ഒരാൾക്ക് അസൗകര്യങ്ങളൊന്നുമില്ല, ജുമുഅക്കും വരാൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ജുമുഅക്ക് വരലാണ് ഏറ്റവും നല്ലത്. ജുമുഅക്ക് അയാൾക്ക് വരാം. എന്നാൽ ഇളവുണ്ടോ? ഇളവുണ്ട്, സംശയമില്ല. അവർ ജുമുഅക്ക് പങ്കെടുക്കണമെന്ന നിർബന്ധ ബാധ്യതയില്ല. അവർ ളുഹർ നമസ്കരിച്ചാൽ മതിയാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പിൽക്കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നു. വെള്ളിയാഴ്ച പെരുന്നാൾ നമസ്കാരത്തിന്റെ കൂടെ ജുമുഅ കൂടി കടന്നു വന്ന സമയം, ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മുആവിയ എന്താണ് ചെയ്യാൻ? അതേ ചോദിക്കുന്നുണ്ട് മുആവിയോട്, അശ്ശഹിദ്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ ഇജ്തമഅ ഫീ യൗമിൻ വാഹിദ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരൊറ്റ ദിവസത്തിൽ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നപ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ സന്നിഹിതനായിരുന്നോ? ഖാല നഅം. അദ്ദേഹം പറഞ്ഞു, അതെ ഉണ്ടായിരുന്നു. ഖാല, അദ്ദേഹം ചോദിച്ചു, കൈഫ സനഅ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തത്? ഖാല, അദ്ദേഹം പറഞ്ഞു, സ്വല്ലൽ ഈദ തുമ്മ റഖസ ഫിൽ ജുമുഅ. അവിടുന്ന് പെരുന്നാൾ നിസ്കരിച്ചു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് ഇളവ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ മൻ ശാഅ അൻ യുസല്ലി ഫൽയുസല്ലി. ആ ജുമുഅക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ, ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന് പങ്കെടുക്കട്ടെ. അതിന് സൗകര്യമില്ലാത്ത ആളുകൾ, അതിലേക്ക് എത്താൻ പ്രയാസമുള്ള ആളുകൾ അവർ വരേണ്ടതില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പള്ളികളിൽ ജുമുഅ കൃത്യമായി നടക്കും, പള്ളികളിൽ ജുമുഅ നടക്കും. ആ ജുമുഅയിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾ, കഴിയുന്ന ആളുകൾ അവരെല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. അത് റസൂൽ പറഞ്ഞു, ഞങ്ങളൊക്കെ നിസ്കരിക്കും കേട്ടോ, ഞങ്ങളൊക്കെ ജുമുഅ നിസ്കരിക്കും കേട്ടോ, ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അവർ വരേണ്ടതില്ല. അതാണ് പ്രവാചകന്റെ പറയും, ഇന്നാ മുജമ്മിഊൻ, ഞങ്ങൾ ജുമുഅ നിസ്കരിക്കും, ആർക്കെങ്കിലും വരാൻ അസൗകര്യം ഉണ്ടെങ്കിൽ അവർ വരേണ്ടതില്ല, അവരെന്ത് ചെയ്താൽ മതി, അവര് ളുഹർ നിസ്കരിച്ചാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് പറഞ്ഞു പോയതിന്റെ പേരിലാണ്. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ പ്രവാചകന്റെ ഹദീസുകൾ വന്ന പ്രവാചകന്റെ ഫിഅൽ പറയാൽ മദ്ഹബ് പക്ഷപാതിത്വമുള്ള ആളുകൾക്ക് വെറുപ്പൊരും. കാരണം ഓരോ മദ്ഹബിനെ സംബന്ധിച്ച് ഓർക്ക് അവസാന വാക്ക് മദ്ഹബാണ്. അതുകൊണ്ട് മദ്ഹബിലെ ഇമാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, മദ്ഹബിന്റെ ഇമാം പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്. ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമിനെയും അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിട്ടില്ല. പ്രവാചകനായി നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ ഇല്ലേ, അത് മാത്രമേ ഇവിടെ വിഷയമുള്ളൂ. പ്രവാചകൻ ചെയ്തു എന്ന് പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി ബോധ്യപ്പെട്ടാൽ ഷാഫി ഇമാം പറഞ്ഞില്ലെങ്കിലും എടുക്കും, നീ ഷാഫി ഇമാം എതിര് പറഞ്ഞാലും എടുക്കും. എന്തുകൊണ്ട്? ഷാഫി ഇമാം പ്രവാചകനല്ല, അബൂ ഹനീഫ ഇമാം പ്രവാചകനല്ല, മാലിക് ഇമാം പ്രവാചകനല്ല, അഹ്മദ് ബിൻ ഹംബൽ പ്രവാചകനല്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു. എന്താ പറയുന്നറിയോ? ഹജ്ജ് ചെയ്യുമ്പോൾ തമത്തുആയി ഹജ്ജ് ചെയ്യലാണോ അഫ്ളൽ? അങ്ങനെയാണോ നബി തങ്ങൾ ചെയ്തിട്ടുള്ളത്? അതെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, അതെ. എന്നാൽ നിങ്ങളുടെ ഉപ്പ അതല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ ഉപ്പ പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ.
അപ്പൊ വന്നയാളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു വഹീയോട് അനുഗ്രഹിച്ചത് എന്റെ ഉപ്പയ്ക്കല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ പ്രവാചകൻ പറഞ്ഞതാണോ എങ്കിൽ അവിടെ നിൽക്കാം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല.